1147 മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദറസേ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ. അത് മർക്കസു സഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജാണ്. നമ്മൾ മനസ്സിലാക്കണം. 1497 യതീമക്കൾ, പൂർണ്ണ യതീമുകൾ, ഉപ്പമാരില്ലെന്ന് 100% ബോധ്യമുള്ള 1497 യതീമക്കൾ പഠിക്കുന്ന ഒരേ ഒരു യതീംഖാനയെ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. അത് മർക്കസു സഖാഫത്ത് സുന്നിയയിലെ തുർക്കിയായ യതീംഖാനയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മളും കുടിച്ചു പാക്കഞ്ചി അറിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാൻ വളരെ എളുപ്പാ. ഞാൻ ചോദിക്കുന്നു, ഒരു ദിവസം 1,65,000 രൂപ ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ, കേരളത്തിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. ആ മനുഷ്യനാണ് ശൈഖുന കാന്തപുരം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, അതിനു പകരം ദിവസവും 1,65,000 വേണ്ട, കേവലം 165 രൂപ, 165 രൂപ എല്ലാ ദിവസവും ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പീഡികത്തിണ്ണയിലിരുന്ന് അഭിപ്രായം പറയുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരാരോപണം ഉന്നയിക്കുമ്പോ, ഒരഭിപ്രായം പറയുമ്പോ ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, പറയുന്ന ഞാനാരാണ് എന്ന് ചിന്തിക്കാൻ നാം സ്വയം വളർന്നില്ലെങ്കിൽ മഹ്ശറയിൽ വെച്ച് മറുപടി പറയേണ്ടി വരും. ഞാനത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ചാലിയത്ത് അത്തരം അബദ്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയല്ലത് പറയുന്നത്, മറിച്ച് ഈ രാജ്യത്തിൽ നല്ലവരായ സഹോദരങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1,65,000 രൂപ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് എന്റെ കയ്യിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു പണ്ഡിതൻ, നിങ്ങളും ഞാൻ ചിന്തിക്കുന്നതോ 250 രൂപ ഇന്ന് വൈകുന്നേരമാവുമ്പോൾ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മകൻ പട്ടിണി കിടക്കും, എന്റെ മക്കൾ പട്ടിണി കിടക്കുമെന്ന് വിലപിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് 1,65,000 രൂപ എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ പാവപ്പെട്ട യതീമുകളും മുതഅല്ലിമീങ്ങളും പട്ടിണി കിടക്കുമല്ലോ എന്നാലോചിച്ച് വിലപിക്കുന്ന ഓരോ മനസ്സേ നമ്മുടെ രാജ്യത്തുള്ളൂ. അത് മഹാനായ കാന്തപുരം ഉസ്താദിന്റേതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ഞാൻ വെല്ലുവിളിക്കുന്നു. 1,65,000 രൂപ കാന്തപുരം ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിക്കുമ്പോ ആ കാന്തപുരത്തെ തോൽപ്പിക്കാൻ ധൈര്യം കാണിക്കണം നമ്മൾ. എങ്ങനെ? 2,65,000 രൂപ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് 1497 യതീമക്കൾ ഓരോ സമയത്ത് പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഉന്നതമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കാന്തപുരത്തെ തോൽപ്പിക്കാൻ 2,497 യതീമക്കളെ പഠിപ്പിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അവിടെയാണ് വിജയിക്കേണ്ടത്. മറിച്ച് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് 1867 പള്ളികൾ. ഒരു പള്ളിയിൽ 2,500-3,000 പേര് നിസ്കരിക്കുന്ന പള്ളി. അങ്ങനെയുള്ള 1867 പള്ളികൾ ഓരോ പണ്ഡിതന്റെ കൈകൊണ്ട് കേരളക്കരയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതൻ മഹാനായ കാന്തപുരമാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ചോദിക്കട്ടെ, ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഈ വരുന്ന വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നടക്കുന്നുണ്ട് ഈ പള്ളികളില്. ശരാശരി 2,000 പേര് വെച്ച് 1867 പള്ളികളിൽ നടക്കുന്ന സുജൂദിന്റെ എണ്ണം കണക്കാക്ക്. അത്രയും സുജൂദുകൾ ഒരു പണ്ഡിതന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എഴുതി തീർക്കുന്നുവെങ്കിൽ ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകില്ലേ സഹോദരങ്ങളെ? സാധിക്കും. ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഞാനൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്നത്, മർക്കസു സഖാഫത്ത് സുന്നിയ മാത്രമല്ല,
4000 വരുന്ന ആളുകളെ പൂർണ്ണമായും ദത്തെടുത്ത് പഠിപ്പിക്കുന്ന, 4000 വരുന്ന മുത്തഅല്ലിമീങ്ങളെയും യതീമക്കളെയും പാവപ്പെട്ടവരെയും പൂർണ്ണ ചെലവ് വഹിച്ചുകൊണ്ട് ദത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മർക്കസ് തഖാഫത്തി സുന്നിയ അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാൻ എപ്പോഴും പറയാനുള്ളത് പറയട്ടെ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനവും ഉസ്താദിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളും നടത്തുന്ന മുഴുവൻ സ്ഥാപനവും ഒരുമിച്ച് വെച്ചാൽ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ 10-1 എത്തുമെന്ന് പറയാൻ ധൈര്യമുള്ളവരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദര സഹോദരിമാര്, ആരാണ് നമ്മുടെ നേതൃത്വമെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ 300-ലേറെ വരുന്ന സ്ഥാപനങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 1000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു വരികയാണ്. കേരളത്തിന്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും വ്യക്തമായ സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് ദീനീ ശൃംഖലക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതനെ ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുള്ളൂ. അത് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. ഇന്ത്യക്ക് പുറത്ത് 16 സ്റ്റേറ്റുകളിൽ വ്യക്തമായ പ്രബോധന ശൃംഖല നിലനിർത്തുന്ന ഒരേ ഒരു പണ്ഡിതനെ ഏഷ്യയിലുള്ളൂ. അത് ശൈഖുന കാന്തപുരം ഉസ്താദാണ്.